ബി-ടോക്സ് വിത്ത് ഓൺടർപ്രണർ സെഷനിലേക്ക് സ്വാഗതം. അടുത്തതായി മീറ്റ് ദ ഓൺടർപ്രണർ സെഷനിൽ സംസാരിക്കുവാനായി എത്തുന്നത് JB's ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ M. ബിലാൽ ആണ്. അദ്ദേഹത്തിനെ സംസാരിക്കുവാനായി വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. നമസ്കാരം. നമുക്ക് എന്താണ് JB's ഗ്രൂപ്പ് എന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. എന്തൊക്കെയാണ് JB's ഗ്രൂപ്പ് ചെയ്യുന്നത്, എന്താണ് ആ ഒരു സംരംഭം? ഞങ്ങൾ അസറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. മുംബൈ ബേസ്ഡ് ആണ് നമ്മുടെ ഫേം. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന മേഖലയാണ്, ഷെയർ മാർക്കറ്റിൽ പ്ലസ് റിയൽ എസ്റ്റേറ്റും കൂടെ. സ്റ്റോക്ക് മാർക്കറ്റും അതുപോലെ റിയൽ എസ്റ്റേറ്റും കൂടെ ഒരുമിച്ച് ക്ലബ് ചെയ്തുകൊണ്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിലുള്ളൊരു, നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഇപ്പോൾ കുറച്ചധികമായിട്ട് എല്ലാവരും ഇറങ്ങുന്നതാണ്, പക്ഷെ അതിനനുസരിച്ച് തന്നെ കുറച്ച് റിസ്ക്കും കൂടി ഉള്ള ഒരു മേഖലയാണ്. അതിനെങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? ഞങ്ങൾ പ്രൊപ്പറേറ്ററി ട്രേഡിംഗ് ഫേമാണ്. അപ്പം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുക, ഇപ്പം എല്ലാ മേഖലയിലും റിസ്ക് ഉണ്ട്. പൊതുവേ എല്ലാവരുടെ മനസ്സിലൊരു തെറ്റിദ്ധാരണയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കര റിസ്ക് ആണെന്നുള്ളത്. അപ്പം എല്ലാത്തിലും നമ്മൾ ഏത് ബിസിനസ് ചെയ്താലും എന്തിലും അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്. അത് കൃത്യമായി നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ, റിസ്ക് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് മേഖലയിലും നമുക്ക് വിജയിക്കാൻ പറ്റുന്നതാണ്. ബിസിനസ് ആണെങ്കിലും നമ്മൾ റിസ്ക് ഒന്നും നോക്കാതെ വെറുതെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫെയിലായി പോകും. രണ്ടും ഒരുപോലത്തെ കാര്യമാണ്. ആ ഒരു മൈൻഡ് സെറ്റ് നോക്കി ചെയ്താൽ മതി. JB's ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ക്ലയൻറ്റിന് ഏതൊക്കെ തരത്തിലുള്ള ഇപ്പോൾ JB's ഗ്രൂപ്പിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ക്ലയൻറ്റിന് ഏതൊക്കെ തരത്തിലുള്ള സേവനങ്ങളാണ് ലഭ്യമാക്കുന്നത്? ഞങ്ങൾ ആക്ച്വലി ചെയ്യുന്നത് നമ്മുടെ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. നമ്മുടെ ക്ലയൻറ്റ് എന്ന് പറയുമ്പോൾ റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡെവലപ്പറായ ലോധ, DLF, ഗോദ്രേജ് ഇവരുടെ കൂടെ അസോസിയേറ്റ് ചെയ്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അവർക്ക് വേണ്ടി ലാൻഡ് പ്രൊക്യൂർ ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. സ്റ്റോക്കിൽ ഞങ്ങൾ ഓൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ ക്ലയൻറ്റ്സ് ആയിട്ടില്ല, നമ്മുടെ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേമാണ്. ഇപ്പോൾ നമ്മൾ റിസ്കിനെ പറ്റി സംസാരിച്ചു. അപ്പം നമുക്കിപ്പോൾ ഓരോരുത്തർക്ക് സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ ഒരുപാട് ചലഞ്ചസ് ഉണ്ടാകും. അതിനൊക്കെ ഓവർകം ചെയ്തിട്ടായിരിക്കും ഈ ഒരു ലെവലിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ നേരിടേണ്ടി വരുന്ന പ്രധാന ചലഞ്ചസ് എന്തൊക്കെയാണ്? ചലഞ്ചസ് എന്ന് പറയുമ്പോൾ ഇപ്പം എല്ലാ ഓൺടർപ്രണേഴ്സും ഡേ ടു ഡേ ലൈഫിൽ ചലഞ്ചസ് നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ്. തുടങ്ങുന്ന സമയത്തും ഓൺഗോയിങ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും എല്ലാ എക്സ്റ്റേണൽ ഇഷ്യൂസ് ഉണ്ടാവും, ഇൻറ്റേർണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും. ഇതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ട് പോവുക എന്നത് തന്നെയാണ് ഓൺടർപ്രണർഷിപ്പ് എന്നുള്ള ഒരു കാര്യം. അപ്പോൾ നമ്മുടെ മേഖലയിൽ വരുമ്പോഴും ചലഞ്ചസ്, മാർക്കറ്റിലുണ്ടാവുന്ന റിസ്ക് കാര്യങ്ങളുണ്ടാവും. പിന്നെ അതുപോലെ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടെത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, നല്ല പ്രോപ്പർട്ടീസ് കണ്ടെത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. പിന്നെ എക്സ്റ്റേണലായിട്ട് വരുന്ന ലീഗൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഇതൊക്കെയാണ് ഒരു റിസ്ക് എന്ന് പറയുന്ന ഒരു ചലഞ്ചസ് ആയിട്ടുള്ള കാര്യം. ബട്ട് ഇതിൻ്റെ ഒരു ത്രില്ലിംഗ് പാർട്ടും ഇത് തന്നെയാണ്. ഇനി എന്തൊക്കെയാണ് JB's ഗ്രൂപ്പിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്? ഞങ്ങളുടെ ഫ്യൂച്ചറായിട്ട് ബേസിക്കലി നാട്ടിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് മുംബൈയിലോട്ട് പോയതാണ്. ഹെഡ് ഓഫീസ് മുംബൈയിലാണ്. ഇനിയിപ്പോൾ നാട്ടിലേക്ക് ട്രിവാൻഡ്രത്തേക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിലാണ്. അതിൻ്റെ ബാക്ക് എൻഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിഴിഞ്ഞം പ്രോജക്റ്റൊക്കെ ആയിട്ട്, പോർട്ടുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കുറച്ച് എക്സ്പാൻഷൻസ് ചെയ്യുന്ന പ്രോസസ്സിലാണ് ഇപ്പോൾ. ഓക്കെ സാർ, എന്തായാലും JB's ഗ്രൂപ്പിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.